പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലേ ഒരു കാര്യം ഞാൻ എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് പറയട്ടെ. കവലകളിലാണ് വഹാബികൾ ഇവിടെ വന്ന് മഖബറക്കെതിരെ പ്രസംഗിക്കുന്നത്, മാരായ ഔലിയാക്കൾക്കെതിരെ തോന്നിവാസം പറയുന്നത്, ആ മഖബറയിൽ സംഭാവന കൊടുത്ത് നാടിലെ വിവിധ ഖൈറുകൾക്ക് വേണ്ടി പണം ചെലവിടുന്നതിനെ ചൂഷണമായി തോന്നിവാസം പറയുന്നത്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും മഖബറിന്റെ നേർച്ചപ്പെട്ടി നിങ്ങളെ കയ്യിലാ താക്കോല്, മഖബറിന്റെ താക്കോലും നിങ്ങളെ കയ്യിലാണ്. അവിടെ ഉറൂസ് നടത്തുന്നത് കമ്മിറ്റിക്കാരും നിങ്ങളാണ്. പക്ഷേ 10 ദിവസം വയല് വെച്ചാലോ ഔലിയാക്കളെ ജാറത്തിങ്കൽക്ക് വരുന്നതിന് പുണ്യുണ്ട് എന്ന് പറയുന്നൊരു പ്രസംഗം നടത്താറുണ്ടോ? പോലെ ഔലിയാക്കളെ ജാറത്തിന് തോന്നിവാസം പറയുന്ന വഹാബിക്കെതിരെ 20 ദിവസം 100 കണക്കിന് ട്യൂബ് കെട്ടിയിട്ട് എന്തുകൊണ്ട് മോമിനീങ്ങൾക്ക് നിങ്ങളൊന്ന് നേർച്ചന്റെ പവർ പഠിപ്പിച്ചു കൊടുത്തുകൂടാ? ഉറൂസിനെതിരെ തോന്നിവാസം പറയുന്ന വഹാബികൾക്കെതിരെ എന്തുകൊണ്ട് പ്രസംഗം വെച്ചുകൂടാ? ഇത് ലോകത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് വന്ന് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ കൊടുത്തുകാണ്ട് പാട്ടുപാടിപ്പാടുന്ന പ്രഭാഷണം മാത്രം മതിയോ? ഇതിന്റെ പണി നമ്മളിങ്ങനെ ചില്ലറ കൊടുത്തിട്ടും നീർച്ചപ്പെട്ടിക്ക് പുണ്യുണ്ട് എന്ന് നമ്മൾ വേളറിയണം. പൈസ അപ്പുറത്ത് കൂടെ പോണോ? 10-20 ദിവസം ഒരു ഫൗറൂസിന്റെ പേരിൽ മതപ്രഭാഷണം വെക്കുമ്പോ ഒരു 2 ദിവസമെങ്കിലും സുന്നത്യമായിട്ട് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൂടാ? ആ നേർച്ചപ്പെട്ടിന്റെ താക്കോലൊന്നും അധിക കാലം കയ്യിൽ നിൽക്കൂല. ഈ സാധുക്കളായ പാവങ്ങൾ കയ്യിലെ ചില്ലിക്കാശെടുത്തു മുഅ്മിനീങ്ങൾക്ക് ഈ ദീൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ